മക്കളെ സൗണ്ട് ഓക്കെ ആണോ? യെസ്. എന്താണിതല്ലേ, നമ്മുടെ ലൈവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ട്. നോ പ്രോബ്ലം, സെറ്റ് ആകും. യെസ്, നാളെ ഈ സമയമാകുമ്പോൾ നമ്മൾ നീറ്റൊക്കെ എഴുതി കഴിയും, ക്വസ്റ്റ്യൻ ഡിസ്കഷനും കഴിയും അല്ലേ? യെസ്, സെറ്റ് ആയിരിക്കും. നമ്മുടെ റാങ്കൊക്കെ ഏതാണെന്ന് നമ്മൾ ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ടുമോറോ ബൈ ദിസ് ടൈം. യെസ്, എൻ്റെ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഐ ആം ഓഡിബിൾ ആൻഡ് വിസിബിൾ ഐ ഗെസ്. യെസ് എവറിബഡി. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം 1 S is equal to CAZ ആണ്, 2 log S is equal to log C plus Z log A ആണ്. സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഗിവൻ ബിലോ ആർ പൈ ഡയഗ്രാംസ്. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കേ, NCERT-യിലുള്ള ഡയഗ്രാംസ് ആണ് കേട്ടോ. എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. കംപ്ലീറ്റ് ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ, യെസ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഗിവൻ ബിലോ ആർ പൈ ഡയഗ്രാംസ് A, B, C റിലേറ്റഡ് ടു പ്രൊപ്പോർഷനേറ്റ് നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് മേജർ ടാക്സ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ് ആൻഡ് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ ക്രിട്ടിക്കലി സ്റ്റഡി ദ ഫിൽ ഇൻ ദ പ്ലാങ്ക്സ്. ക്രിട്ടിക്കലി സ്റ്റഡി ഇത് നോക്കുക. യെസ്, നല്ലപോലെ നോക്കിക്കേ, ഡയഗ്രാം നോക്കിക്കേ. ആദ്യം കാണിച്ചിരിക്കുന്ന ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്. നമുക്കറിയാം അതിൽ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൊളുസ്ക് ആണ് അല്ലേ? അത് കഴിഞ്ഞ് അതർ ആനിമൽ ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ വരുന്ന ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അതർ ആനിമൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. പിന്നെയുള്ള ഗ്രൂപ്പ് മൂന്നാമത് വരുന്നതാണ് മൊളുസ്ക്സ് അല്ലേടാ? അപ്പോൾ 1 മൊളുസ്ക്സ് ആണ് നമുക്ക് മനസ്സിലായി. 1 മൊളുസ്ക്സ് ആയിട്ടുള്ളത് 2 ഓപ്ഷനേ നമുക്കുള്ളൂ, ബാക്കിയുള്ളതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വന്നത് ഏതാണ്? ഫിഷ്, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഗ്രൂപ്പ്. അതിൽ ഫിഷസ് ആണ് ലാർജസ്റ്റ് ഗ്രൂപ്പ് നമുക്കറിയാം അല്ലെ? പിന്നെ ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ലാസ്റ്റത്തത്, അതായത് ഓൾമോസ്റ്റ് കുറച്ച് ആ ഒരു ലെവലിൽ നിൽക്കുന്നത് ആരായിരിക്കും? യെസ്, ആംഫിബിയൻസ് ആയിരിക്കും അല്ലേ? ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, അവരൊക്കെ ഒരു ലെവലിലാണ് വരുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റത്തെ പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിൽ 2 വലിയ ഗ്രൂപ്പ് നമുക്കുണ്ട്. ഒന്ന് പിന്നെ ഫഞ്ചൈയും ഉണ്ട്, പിന്നെ ഒന്ന് ആൻജിയോസ്പേംസും ഉണ്ട്. അപ്പോൾ 3 ഫഞ്ചൈ 4 ആൻജിയോസ്പേംസ് ആയിരിക്കും. 3 ഫഞ്ചൈ ആൻഡ് 4 ആൻജിയോസ്പേംസ്. NCERT-യിലെ അതേ ഡയഗ്രാമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 1 ആണ്. 1 mollusks, 2 amphibians, 3 fungi, 4 angiosperms അല്ലേ മക്കളെ? സോ ഓപ്ഷൻ 1 ആണ് വരിക. NCERT ഡയഗ്രാംസ്, പൈ ചാർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? എടാ, ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ഏതാണ്? നൈൽ പെർച്ച്, ഏലിയൻ സ്പീഷീസ് ഓഫ് ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. നൈൽ പെർച്ച് ആണോ അവിടുത്തെ ഏലിയൻ സ്പീഷീസ്? കറക്റ്റ് ആണല്ലേ? അവർ കാരണമാണ് മറ്റേ സിക്ലിഡ് ഫിഷ് ഇതായി പോയത്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷസ് എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ദ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. കറക്റ്റ് ആണ്. പാർത്തേനിയം ഈസ്റ്റ് ആഫ്രിക്ക ആണോ സൗത്ത് ആഫ്രിക്ക ആണോ? ഈസ്റ്റ് ആഫ്രിക്ക ആണോ സൗത്ത് ആഫ്രിക്ക ആണോ? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. യെസ്, മോർ ദാൻ പാർത്തേനിയം, ലാൻറ്റന, എക്നോറിയ ആൻഡ് ഇൻവേസീവ് വീഡ്സ്. പാർത്തേനിയം, ലാൻറ്റന, എക്നോറിയ ഇവരൊക്കെ വീഡ്സ് ആണ്. ഇതും കറക്റ്റ് ആണ്. ആൻഡ് ക്ലാരിയസ് ഗാരിപ്പീനിയസ് ഇൻ ലേക്ക് വിക്ടോറിയ എക്സ്റ്റിങ് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ലേക്ക് വിക്ടോറിയയിൽ ഇവരാണോ എക്സ്റ്റിങ്ക്റ്റ് ആയത്? തെറ്റാണ് അല്ലേ? അവിടെ സിക്ലിഡ് ഫിഷ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്. isn't it? Yes, that is due to the introduction of the alien species, that is Nile perch അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലേടാ? യെസ്, സെക്കൻഡത്തെയും കറക്റ്റ്ലി മാച്ച്ഡ് ആണ്, മൂന്നാമത്തതും കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. പക്ഷേ ക്ലാരിയസ് ഗാരിപ്പീനിയസ് കാരണമല്ല ലേക്ക് വിക്ടോറിയയിൽ എക്സ്റ്റിങ്ഷൻ ഉണ്ടായത് അല്ലേ? അല്ല, അവരല്ല അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയത്, സിക്ലിഡ് ഫിഷ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്. അപ്പോൾ ഇത് നാലാമത്തെ റോങ്ലി മാച്ച്ഡ് ആണ്. സോ 1, 2 and 3 ആണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. isn't it, future doctors? യെസ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ഡേവിഡ് ടിൽമാൻസ് ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ്. ഡേവിഡ് ടിൽമാൻ ഒരു ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയില്ലേ? അതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പ്ലോട്ട്സ് വിത്ത് മോർ സ്പീഷീസ് റിച്ച്നെസ് ഷോഡ് മോർ ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ്. മോർ സ്പീഷീസ് റിച്ച്നെസ് ഉള്ള, അതായത് മോർ ബയോഡൈവേഴ്സിറ്റി ഉള്ളവർ മോർ വേരിയേഷൻ കാണിച്ചോ? ഇല്ല അല്ലേ? അവർ എന്താ പറയുക, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബയോമാസ് ആണ് നമുക്ക് എല്ലാ വർഷവും തന്നത് അല്ലേ? ഒരുപാട് വേരിയേഷൻ ഇല്ലായിരുന്നു. പ്ലോട്ട്സ് വിത്ത് മോർ സ്പീഷീസ് ഷോ വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി. വേരിയേഷൻ കാണിക്കോ? മോർ സ്പീഷീസ് ഉള്ളവർ വേരിയേഷൻ കാണിക്കോ? ഇല്ല. ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അത് ശരിയല്ലേ? ഒരുപാട് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഒരുമിച്ചുള്ള, അതായത് ഇപ്പം പിന്നെ വാഴയും പയറും ചീരയും എല്ലാം നമ്മൾ ഒരുമിച്ച് വളർത്തുമ്പം ആ ലാൻഡിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, അതിൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് വളരെ കൂടുതലായിരിക്കും. സോ ഇൻക്രീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി, അത് കറക്റ്റാണ്. ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ലെഡ് ടു ഹയർ റെസിസ്റ്റൻസ് ടു ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണോ? അല്ല അല്ലേ?
അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടോ? ഇൻക്രീസ് ഡൈവേഴ്സിറ്റി കാരണം ഹയസ്റ്റ് റെസിസ്റ്റൻസ് അവർക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ മോർ സ്പീഷീസ് റിച്ച്നെസ്, അതായത് മോർ വെറൈറ്റി ഉണ്ടായിരുന്ന പ്ലോട്ടിൽ ആനുവൽ ഇയർ ടു ഇയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരുന്നു അല്ലെ? ഓപ്ഷൻ 4ഉം കറക്റ്റ് അല്ലേ മിസ്? ആസ് പെർ NCERT. രശ്മി, NCERT നോക്കുമ്പോൾ എന്താ നമ്മൾക്ക് എക്സാക്ട് ആ എക്സ്പെരിമെന്റിന്റെ പ്ലോട്ട് എക്സ്പെരിമെന്റിന്റെ ആ ഒരു റിസൾട്ട് തരുന്നത് ഓപ്ഷൻ 3 അല്ലേ? സ്റ്റിക്ക് ടു NCERT. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് എത്തിക്കൽ ആർഗ്യുമെന്റ്സ് റിഗാർഡിംഗ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ചിട്ടുള്ള എത്തിക്കൽ ആർഗ്യുമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി പ്ലേസ് എ മേജർ റോൾ ഇൻ ഇക്കോസിസ്റ്റം സർവീസസ് ദാറ്റ് നേച്ചർ പ്രൊവൈഡ്സ്. നേച്ചർ നമുക്ക് ഒരുപാട് ഇക്കോസിസ്റ്റം സർവീസസ് തരും അല്ലെ? പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അവർ ഫുഡ് നമുക്ക് സോളാർ എനർജി അല്ലെ, ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആക്കി തരും. അതിനെ നമ്മൾ കൺസ്യൂമേഴ്സ് കഴിക്കും, നമ്മൾ ആനിമൽസിനെ കഴിക്കുമ്പോൾ ആ എനർജി നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഇക്കോസിസ്റ്റം സർവീസസ് ആണ്. അതൊരു എത്തിക്കൽ റീസൺ ആണോ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യാൻ? കാരണം അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൺസർവ് ചെയ്യണം എന്നുള്ളതാണോ? യെസ്. ഹായ് 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 ഹായ്. അസ്ന പറയണു, അസ്ന ആർമി പറയണു, നീലി മിസ്സേ വിഷ് മീ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഐ എം വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. ആലോചിച്ചിട്ട് ആൻസർ ചെയ്യും മക്കളെ. ഓക്കെ, അപ്പം വി നീഡ് ടു റിയലൈസ് ദാറ്റ് എവറി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. അത് ശരിയല്ലേ? ഓരോ സ്പീഷീസിനും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് അല്ലേ? അതായത് പ്ലാന്റ്സിന് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളത്. പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അവർക്ക് അവരുടേതായ വാല്യൂ ഉണ്ട്. അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നു, അവരുടെ റോള് പ്ലേ ചെയ്യുന്നു. കൺസ്യൂമേഴ്സ്, ഹെർബിവോർസ് അതിനെ കഴിക്കുന്നു, കാർണിവോർസ് അവരെ കഴിക്കുന്നു അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. അത് കറക്റ്റാണ്. വി ഹാവ് മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദ വെൽബീയിങ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പാസ് ഓൺ അവർ ബയോളജിക്കൽ ലെഗസി ഇൻ ഗുഡ് ഓർഡർ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. അതും ഒരു എത്തിക്കൽ ആയിട്ടുള്ള റീസൺ ആണ് അല്ലേ? എല്ലാം കൂടെ നമ്മൾ അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇല്ല. ഹ്യൂമൻസ് ഡിറൈവ് കൗണ്ട്ലെസ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ. ഇത് തെറ്റല്ലേ? നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് കൊണ്ട്, നമുക്ക് നേച്ചർ ഇക്കോസിസ്റ്റം സർവീസസ് ഉള്ളത് കൊണ്ട്, ന്യൂട്രിയൻസ് റീസൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൺസേർവ് ചെയ്യണമെന്നാണോ? അല്ല. എത്തിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2ഉം 3യുമാണ് എത്തിക്കൽ റീസൺസ്. സോ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ? ഇതിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷന്റെ മെത്തേഡ്സ്? ഒരു ഓർഗാനിസത്തിനെ അത് ജീവിക്കുന്ന അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇരുന്ന് കൺസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിനെ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എന്തെങ്കിലും വന്നു അല്ലേ, ഫ്രാഗ്മെൻറ്റേഷൻ വന്നു, ആൻഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഹാബിറ്റാറ്റ് ലോസ് വന്നു, എക്സ്പ്ലോയിറ്റേഷൻ ആയി, എന്തെങ്കിലും ആയി, ഫോറസ്റ്റ് ഫയർ വന്നു, അതിൻ്റെ ഹാബിറ്റാറ്റ് നശിച്ചു. അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നതിനെയാണ് നമ്മൾ എക്സ്-സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റു ആണ്. ക്രയോ പ്രിസർവേഷൻ എക്സ്-സിറ്റു ആണ്. ടിഷ്യൂ കൾച്ചർ എക്സ്-സിറ്റു ആണ്. സീഡ് ബാങ്ക് എക്സ്-സിറ്റു ആണ്. നാഷണൽ പാർക്ക് ഇൻസിറ്റു ആണ് അല്ലേ? സുവോളജിക്കൽ പാർക്ക് എക്സ്-സിറ്റു ആണ്. സേക്രഡ് ഗ്രൂവ്സ് എക്സ്-സിറ്റു ആണ്. ആൻഡ് ഇൻസിറ്റു ആണ്. സേക്രഡ് ഗ്രൂവ് ഒക്കെ ഇൻസിറ്റു ആണ് അല്ലേ? ഇൻസിറ്റു ആണ്. ഇത് ഇൻസിറ്റു ആണ്. ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റു ആണ്. സഫാരി പാർക്സ് എക്സ്-സിറ്റു കൺസർവേഷൻ ആണ്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് വിച്ച് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ചിട്ട് അവരെ കൺസർവ് ചെയ്യുന്നത് ഏതൊക്കെയാ? 1 ഉണ്ട്, അതേപോലെ തന്നെ 5 ഉണ്ട്, ആൻഡ് 7 ഉണ്ട് അല്ലേ? ആ ഓപ്ഷൻ നമുക്കുണ്ടോ? 1, 5 and 7 ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ? 1, 5 and 7 ഓപ്ഷൻ 3 ആണ് വരിക. സഫാരി പാർക്സിൽ നമ്മൾ അവർക്കൊരു കാട് പോലെയുള്ള നാച്ചുറൽ എൻവറോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ അവിടെ ടൂറിസ്റ്റിനെയൊക്കെ കയറ്റും അല്ലേ? പക്ഷെ നാഷണൽ പാർക്സിൽ ഹൈലി റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. അവിടെ കയറി ഹണ്ടിങ്ങോ അല്ലെങ്കിൽ പോച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല, മരം വെട്ടി മുറിക്കാനൊന്നും പറ്റില്ല അല്ലേ? സോ കൺസേർവ്ഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. സോ 1 and 5 and 7 ആണ് ഇതിൽ മെത്തേഡ്സ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ. തെറ്റിക്കരുത് കേട്ടോ. ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൺസർവേഷൻ ത്രെട്ടൻഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ടേക്കൺ ഔട്ട് ഓഫ് their natural habitats kept in special settings where they can be protected and given special care? എക്സ്-സിറ്റുവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ഗോകുൽ, എക്സ്-സിറ്റുവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ പാർക്ക് അല്ല അല്ലേ? എക്സ്-സിറ്റു കൺസർവേഷൻ ആണ്. സോ ഇൻസിറ്റു കൺസർവേഷൻ അല്ല. ബോത്ത് 1 and 3 വരുമോ? ഇല്ല. എക്സ്-സിറ്റുവിലാണ് നമ്മൾ അവരെ ത്രെറ്റുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് പോയി സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് കൺസർവ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇറ്റ്. സോ ഓപ്ഷൻ 2 ആണ് വരിക, എക്സ്-സിറ്റു കൺസർവേഷൻ. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മേ ലീഡ് ടു ഓൾ എക്സെപ്റ്റ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഉണ്ടാകുന്നത് എന്താണ്? Decline in plant production, increased resistance to environmental perturbations, increased variability in water use, increased variability in pest and disease cycle. Loss of biodiversity may lead to all except എന്നാണ് ചോദിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ട് ഉണ്ടാകുന്നത് അല്ലാത്തത് ഏതാണ്? ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ,
increased resistance to environmental perturbation, increased variability in water use. പറഞ്ഞേ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? യെസ് മിസ് വൺസ് മോറോ. എന്താ മനസ്സിലാവാത്തത്? ആരതിക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തയുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ലോസ് ഓഫ് ഡൈവേഴ്സിറ്റി മേ ലീഡ് ടു ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, പ്ലാന്റ് പ്രൊഡക്ഷൻ ഡിക്ലൈൻ ആവും അല്ലേ? യെസ്. പിന്നെ എന്താ സംഭവിക്കുക? വെരി ഗുഡ്, ഇൻക്രീസ് റെസിസ്റ്റൻറ്റ് ടു എൻവയോൺമെന്റൽ പെർട്ടുബേഷൻസ് ആണോ? ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആണ്. ഉറപ്പിച്ചോ? യെസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മേ ലീഡ് ടു ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റ്സിന് പിന്നെ എന്താ പറയുക, റെസിസ്റ്റൻസ് കൂടുകയാണോ ചെയ്യുന്നത്? ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. വേരിയബിലിറ്റി ഇൻ പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ കൂടുകയാണോ ചെയ്യുന്നത്? ഇൻക്രീസ് വേരിയബിലിറ്റി ഇൻ വാട്ടർ യൂസ് കൂടുകയാണോ ചെയ്യുന്നത്? വാട്ട് ഷുഡ് ബി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? Yes, very good children. Increase resistance to environmental perturbations. അല്ലേ? So loss of biodiversity may lead to all of this. പ്ലാന്റ് പ്രൊഡക്ഷന് ഡിക്ലൈൻ ആകും, വാട്ടർ യൂസിൽ വേരിയബിലിറ്റി ഉണ്ടാകും അല്ലേ, ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ, അതൊക്കെ ഇക്കോസിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഇതിനെ അത് എഫക്റ്റ് ചെയ്യും, നാച്ചുറൽ എക്സിസ്റ്റൻസിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ, ആ നാച്ചുറൽ ഫംഗ്ഷനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ റെസിസ്റ്റൻസ് കൂടുകയാണോ ചെയ്യുക? അല്ല, കുറയാണ് ചെയ്യുക അല്ലേ, ഡിക്രീസ് റെസിസ്റ്റൻസ് ആവുകയാണ് ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് നോട്ട് ട്രൂ ഫോർ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. മക്കൾ ശ്രദ്ധിച്ചേ, ജെനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് ട്രൂ അല്ലാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് ട്രൂ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, പക്ഷെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ തെറ്റിക്കരുത്. സ്പീഷീസ് മേ ഷോ ഡൈവേഴ്സിറ്റി അറ്റ് ജെനറ്റിക് ലെവൽ ഓവർ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് അല്ലേ, അത് ശരിയാണ് അല്ലേ. പിന്നെ റവോൾഫിയ വൊമിറ്റോറിയ ഗ്രോയിങ് ഇൻ ഡിഫറെൻറ്റ് ഹിമാലയൻ റേഞ്ചസ് ഷോ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. യെസ്. മോർ ദാൻ 50,000 genetically different strains of rice is available. 50,000 different strains of rice ഉണ്ടോ? Genetic diversity refers to the difference in the DNA sequence exhibited by two different species. ഇതിലെ ട്രൂ അല്ലാത്തത്, which is not true, ex-situ. ഓക്കെ എല്ലാവരും പറഞ്ഞേ, ട്രൂ അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ജെനറ്റിക് ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ഇൻ DNA സീക്വൻസ് എക്സിബിറ്റഡ് ബൈ 2 different സ്പീഷീസ് ആണോ? അല്ല അല്ലേ. യെസ്, അതായത് ഒരു ഓർഗാനിസത്തിന്, അതിപ്പോൾ അവർ സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസമാണെങ്കിൽ പോലും ദേ ആർ ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു സെയിം സ്പീഷീസിലുള്ള സെയിം സ്പീഷീസിലാണെങ്കിൽ പോലും ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ഒരേ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്, ബട്ട് യെറ്റ് വി ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, റൈറ്റ്? ദാറ്റ് ഈസ് അറ്റ് ദ ജെനറ്റിക് ലെവൽ വി ആർ ഡിഫറെൻറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ മക്കളെ. സോ ഓപ്ഷൻ 4 ആണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഇക്കോളജിസ്റ്റ് പ്രൊബബിൾ റീസൺ ഫോർ സ്പീഷിയേഷൻ ഇൻ ട്രോപ്പിക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. മക്കളെ ഇത് വെരി ഗുഡ് സാദിയ. 50,000 റൈസ് വെറൈറ്റീസും 1000 മാംഗോ വെറൈറ്റീസ് ഉണ്ട്. ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ, അക്കോർഡിംഗ് ടു ഇക്കോളജിസ്റ്റ് പ്രൊബബിൾ റീസൺ ഫോർ സ്പീസിയേഷൻ ഇൻ ട്രോപ്പിക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ട്രോപ്പിക്സിൽ സ്പീസിയേഷൻ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ കാരണം അല്ലാത്തത് അതെന്തുകൊണ്ട് ആണ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ആബ്സെൻസ് ഓഫ് ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻ, constant environment due to support niche speciation, undisturbed for millions of years and had long evolutionary time. ഇതൊക്കെ അവർക്ക് നല്ല സ്പീഷിയേഷൻ ഉണ്ടായതിൻ്റെ കാരണങ്ങളാണ് അല്ലേ. മോർ സീസണൽ, റിലേറ്റീവ്ലി മോർ അൺസ്റ്റേബിൾ ആൻഡ് നോൺ പ്രഡിക്റ്റബിൾ, അതാണോ? അല്ല അല്ലേ. അവർ ലെസ് സീസണൽ ആണ് അല്ലേ, കോൺസ്റ്റന്റ് ഫിക്സ്ഡ് ക്ലൈമറ്റ്സ് ആണ്. കാരണം എന്താ, അവിടെ മോർ സൺലൈറ്റ് ഉണ്ട്, കൂടുതൽ സോളാർ എനർജി വരുന്നത് കൊണ്ട് അവർ ലെസ് സീസണൽ ആണ്. ആൻഡ് ഓൾസോ അവർക്ക് നല്ല ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അല്ലേ. നൗ നമുക്ക് ഇക്കോസിസ്റ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇക്കോസിസ്റ്റം നമ്മൾ ചെയ്തില്ലല്ലോ. ലെറ്റ്സ് ഡു ഇക്കോസിസ്റ്റം. ദ ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. മക്കൾ പറഞ്ഞേ, ഇക്കോളജിക്കൽ പിരമിഡിന് ലിമിറ്റേഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ബിലോങ്ങിങ് ടു 2 or more ട്രോഫിക് ലെവൽസ്. അത് ശരിയല്ലേ. അത് ഒരു ട്രോഫിക് ലെവലിൽ ഒരു സിംഗിൾ ഫുഡ് ചെയിൻ മാത്രം ഇമാജിൻ ചെയ്തിട്ടല്ലേ ഇവർ ഈ പിരമിഡ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. ദേ ഡു നോട്ട് റെപ്രസെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് അറ്റ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ്. ദേ അസ്യൂം എ സിമ്പിൾ ഫുഡ് ചെയിൻ and do not consider food webs. അത് ശരിയാണ്. The saprotrops are not given any place in the ecology. ഇതൊക്കെ കറക്റ്റ് ആണ് അല്ലേ. ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻ ആണ്. പക്ഷേ ഈ രണ്ടാമത്തതോ, they do not represent relationship between organism at different trophic level, producer, consumer, primary consumer, secondary consumer, അത് ഒരു റീസൺ അല്ല അല്ലേ. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. Which one of the following statement for pyramid of energy is incorrect, whereas the remaining 3 are correct? Okay, pyramid of energy കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്?
It shows energy content at different trophic level organisms. It is inverted in shape. It is upright in shape. Its base is broad. അത് എനർജി കണ്ടന്റ് അറ്റ് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് കാണിക്കുന്നുണ്ട്. ബേസ് ബ്രോഡ് ആണ്, കാരണം ഗ്രീൻ പ്ലാന്റ്സിനാണ് മാക്സിമം എനർജി. ഇറ്റ് ഈസ് അപ്രൈറ്റ് ഇൻ ഷേപ്പ് കറക്റ്റ് ആണ്, പക്ഷേ ഇൻവേർട്ടഡ് ഇൻ ഷേപ്പ് ആണോ? നെവർ. പിരമിഡ് ഓഫ് എനർജി ഈസ് നെവർ ഇൻവേർട്ടഡ്. അല്ലേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? യെസ്. ഓക്കെ. DFC, detritus food chain begins with dead organic matter, fungi, bacteria, plant. It starts with dead organic matter. അതിന് പറയുന്ന പേരാണ് detritus. അല്ലേ? Waste, that is plant or animal waste that accumulates in nature. Next, in terrestrial ecosystem, a much larger fraction of energy flows through. കരയിൽ, മക്കളെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ, ശ്രദ്ധിച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. കരയിലുള്ള ഇക്കോസിസ്റ്റത്തിൽ മേജർ ഫ്രാക്ഷൻ ഓഫ് എനർജി, ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ ചെയ്യുന്നത് എന്തിൽ ത്രൂ ആണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, നൺ ഓഫ് ദിസ്. ഈ കരയിൽ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ ചെയ്യുന്നത്, ടെറസ്ട്രിയൽ എൻവറോൺമെന്റിൽ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ ചെയ്യുന്നത്, യെസ്, ഡെറ്റിറ്റസ് ഫുഡ് ചെയിനിലൂടെയാണോ അതോ ഗ്രേസിംഗ് ഫുഡ് ചെയിനാണോ? ശ്രദ്ധിച്ച് NCERT ലൈൻ. യെസ്. വീണ്ടും 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 തെറ്റിക്കുന്നു, വീണ്ടും തെറ്റിക്കുന്നു. നോക്കിക്കേ, ഫുഡ് ചെയിൻസ്, ഫുഡ് വെബ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇക്കോസിസ്റ്റം എടുക്കേണ്ടി വരും നമ്മൾ. NCERT റീഡിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക, ഒന്ന് ഉറപ്പിക്കേ. വെരി ഗുഡ്. അനഘ പറയുന്നു അക്വാട്ടിക് ഫുഡ് ചെയിനിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനർജി അല്ലേ? പക്ഷെ കരയിലാണ്, അക്വാട്ടിക്കിലാണ് വെരി ഗുഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ടെറസ്ട്രിയലിൽ, കരയിൽ ഏറ്റവും കൂടുതൽ അടിഞ്ഞു കൂടുന്നത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുള്ള വേസ്റ്റ് ആണ്. ഡീകമ്പോസിഷൻ മണ്ണിൽ നടക്കുന്നുണ്ട് അല്ലേ? അതുവഴിയാണ് ഏറ്റവും കൂടുതൽ ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോ നടക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആൻസർ. ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ അല്ലേ? ഓപ്ഷൻ ബി, ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ. ആൻഡ് ടെറസ്ട്രിയലിൽ ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ആണ്. സെയിം അഗെയിൻ അനദർ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ലാർജ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോസ് ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം ത്രൂ. വെള്ളത്തിലാണെങ്കിലോ, വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത്, ഇങ്ങനെ ആലോചിച്ചാൽ പോരെ, മണ്ണ് എവിടെ ഏറ്റവും കൂടുതലുള്ളത്? മണ്ണ് കരയിലല്ലേ ഏറ്റവും കൂടുതലുള്ളത്? സോയിൽ അല്ലേ? സോയിൽ ഫോർമേഷൻ, മണ്ണിൽ ഏറ്റവും കൂടുതൽ ചെടികൾ വളരുന്നത് എവിടെയാണ്? സോയിലല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ മണ്ണിൽ വേസ്റ്റ് വീണ് അത് ഡീകമ്പോസ് ചെയ്യുമ്പോഴല്ലേ മണ്ണിന്റെ ന്യൂട്രിയൻ റിച്ച്നെസ് കൂടുന്നത്. യെസ്. അപ്പോൾ ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ആയിരിക്കില്ലേ കരയിൽ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടത്തുന്നത്? പക്ഷേ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആയിരിക്കും. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് പ്രൊഡ്യൂസേഴ്സ്, അല്ലെങ്കിൽ ആൽഗി ഒക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ? കൺസ്യൂമേഴ്സ് ഒക്കെയാണ് അവിടെ കൂടുതൽ. അപ്പം അവരെന്ത് ചെയ്യും? ഒന്നിനെ കഴിച്ച് അത് പോയി ചത്ത് വീഴുമ്പോഴാണ് അവിടെ ബയോമാസ് ഫോർമേഷൻ നടക്കുന്നത്. സോ അവിടെ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത് ഈസ് ത്രൂ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഇസ്ന്റ് ഇറ്റ്? സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. ദ പ്ലാന്റ് ക്യാപ്ചർ ഹൗ മച്ച് ഓഫ് PAR? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ആ ലൈറ്റിനെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ പറയുന്നത്. ടോട്ടൽ വരുന്ന സൺലൈറ്റിൽ ലെസ് ദാൻ 50% ആണ് എന്ത്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, ടോട്ടൽ സോളാർ റേഡിയേഷനിൽ. യെസ്. അപ്പം അതിൽ എത്രയായിരിക്കും ഒരു പ്ലാന്റ് ക്യാപ്ചർ ചെയ്യുന്നത്? ഓരോ പ്ലാന്റും ആ പാറിൽ നിന്നും ഒരു 2 to 10% എടുക്കുള്ളൂ അല്ലെ? 1 to 10 അല്ലെങ്കിൽ 2 to 10% മാത്രമേ അവർ ഫോട്ടോസിന്തസിന് വേണ്ടി എടുക്കൂ. അത്രയും കുറവ് വെച്ചിട്ടാണ് ഈ ലോകത്തെ എല്ലാ ഫുഡ് ചെയിൻസും ഫുഡ് വെബ്സും റൺ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ബേസിക് റിക്വയർമെന്റ് ഫോർ എനി ഇക്കോസിസ്റ്റം ടു ഫംഗ്ഷൻ ആൻഡ് സസ്റ്റെയിൻ ഇസ്. ഏതൊരു ഇക്കോസിസ്റ്റത്തിനും ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ട ബേസിക് റിക്വയർമെന്റ് എന്താണ്? എനോർമസ് എമൗണ്ട് ഓഫ് വാട്ടർ, കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി, ഫെർട്ടൈൽ സോയിൽ, ഓക്സിജൻ. ലോകത്തുള്ള എല്ലാ ഇക്കോസിസ്റ്റത്തിന്റെയും ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്താണ്? സൺ ആണ് അല്ലേ? സോ ദേ റിക്വയർ എ കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ഓൺലി യൂണിഡിറക്ഷണൽ ഫ്ലോ? യൂണിഡിറക്ഷണൽ ഫ്ലോ മാത്രമുള്ളത് എന്തിലാണ്? കാർബൺ അല്ല, നൈട്രജൻ അല്ല, സൾഫർ അല്ല, എനർജിയാണ് അല്ലെ? എനർജിയിലാണ് ഓൺലി യൂണിഡിറക്ഷണൽ ഫ്ലോ ഉള്ളത്. ഇസ്ന്റ് ഇറ്റ്? യെസ്, യൂണിഡിറക്ഷണൽ ഫ്ലോ ഉള്ളത്. നെക്സ്റ്റ്, PAR ഈസ് photosynthetically active radiation. Less than 50% of the total solar radiation is PAR. ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ: ഫ്രാഗ്മെന്റേഷൻ ആൻഡ് മിനറലൈസേഷൻ, ലീച്ചിങ് ആൻഡ് കെറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ, ഓൾ ഓഫ് ദി അബവ്. ഡീകമ്പോസിഷനിലെ എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലേ മക്കളെ? All the steps in decomposition are important, so all of the above. Rate of decomposition is controlled by the composition of detritus. Rate of decomposition is slow for ഈ ക്വസ്റ്റ്യൻ നമുക്ക് നാളത്തെ എക്സാമിൽ വരട്ടെ അല്ലേ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? 2020 ചോദിച്ചതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് 2023 ഇതേ ചോദ്യം തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം എന്നവർക്ക് തോന്നിയാലോ അല്ലേ?
ഡെറ്റിറ്റസ് ഡീകമ്പോസിഷൻ സ്ലോ ആവുന്നത് എപ്പോഴാണ്? ഡെറ്റിറ്റസ് നൈട്രജനിൽ റിച്ച് ആവുമ്പോഴും ഡെറ്റിറ്റസ് ഷുഗറിൽ റിച്ച് ആവുമ്പോഴും. ഓക്കെ, യെസ്. ഇപ്പം ഉണ്ടാവൂടാ ദേവാംഗത് വിഷമിക്കല്ലേ, ഇപ്പം തീർക്കാം നമുക്ക് കേട്ടോ, ഇപ്പം തീരും. യെസ്, ഓക്കെ. അപ്പോൾ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഇസ് സ്ലോ ഫോർ നൈട്രജൻ അല്ല, ഷുഗർ അല്ല, ലിഗ്നിനും കൈറ്റിനിലും റിച്ച് ആണെങ്കിൽ ഡീകമ്പോസിഷന്റെ റേറ്റ് സ്ലോ ആയിരിക്കും അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? Dead plant animal remains including fecal matter constitute the detritus. Correct. Detritus is the product of decomposition. ഡീകമ്പോസിഷന്റെ പ്രൊഡക്റ്റ് ആണോ ഡെറ്റിറ്റസ്? അല്ല അല്ലേ? ഡെറ്റിറ്റസ് ആണ് മണ്ണിൽ വീഴുന്ന വേസ്റ്റ്. ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഇനോർഗാനിക് മാറ്റർ ഇൻ ടു ഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ന്യൂട്രിയൻ ഇസ് കോൾഡ് ഡീകമ്പോസിഷൻ. തെറ്റ്. ഓർഗാനിക്കിനെ ബ്രേക്ക് ചെയ്ത് ഇനോർഗാനിക് മിനറൽസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡീകമ്പോസിഷൻ ഇസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. തെറ്റ്. മൾട്ടിപ്പിൾ സ്റ്റെപ്പ്, 5 സ്റ്റെപ്പുള്ള പ്രോസസ്സാണ് അല്ലേ? അപ്പം ഇത് കറക്റ്റ് ആണ്. ഡെഡ് പ്ലാന്റ് റിമെയിൻസ് ഇൻക്ലൂഡിങ് ഫീക്കൽ മാറ്റർ, ഇതെല്ലാം പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസ് ആണ് ഡെറ്റിറ്റസ് ആയിട്ട് മാറുന്നത് അല്ലേ? ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ് ആർ ഹ്യൂമസ്. വിച്ച് among the following is incorrect? Wrong about humus. Highly resistant to microbial action, ഇത് കറക്റ്റ് ആണ്. സ്ലോ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ കറക്റ്റ് ആണ്. ഹൈ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ നടക്കൂ? ഇല്ല, വളരെ സ്ലോ ആയിട്ടാണ് ഹ്യൂമസ് ഡീകമ്പോസ്ഡ് ആകുന്നത് അല്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ഡീകമ്പോസിഷൻ? ഫ്രാഗ്മെന്റേഷൻ, യെസ്. ലീച്ചിങ്, അനബോളിസം, ഹ്യൂമിഫിക്കേഷൻ. അനബോളിസം ഇതിലെ സ്റ്റെപ്പ് അല്ല. isn't it children? യെസ്. ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ. പറഞ്ഞേ. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഫ്രാ ലേ കാ ഹു മീ. ഓർക്കുന്നില്ലേ മക്കളെ? ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഓർക്കുന്നില്ലേ? യെസ്. നെക്സ്റ്റ്. ദ ടേം detritive war includes decomposers, primary consumers, secondary consumers, autotrophs. ആരാണ് detritivores? ഡീകമ്പോസേഴ്സ് ആണ് അല്ലേ? അതായത് നമ്മളെ ഫസ്റ്റ് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവർ. അതിൽ നമ്മുടെ മണ്ണിരയുണ്ട് അല്ലേ, ഫ്ലൈമഗോട്സ് ഉണ്ട്, പിന്നെ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. isn't it? യെസ്. detritivore, the term detritivore includes whom? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യ്. ഓപ്ഷൻ 3 ആണോ? ഓപ്ഷൻ 2 ഒക്കെയാണ് വരിക. detritivore ടേം എന്താ? വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. സോ ഡീകമ്പോസേഴ്സിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. isn't it children? യെസ്. നെക്സ്റ്റ്. ഓർഗാനിസം ഡിപ്പെൻഡ് അപ്പോൺ ഡെറ്റിറ്റസ് ആർ ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ഡെറ്റിറ്റിവോർസ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഡെറ്റിറ്റസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാൻസിനെ നമ്മൾ വിളിക്കുന്നത് ഡെറ്റിറ്റിവോർ എന്നാണ്. യെസ് എവറിബഡി. വൈ ഡു വി കോൾ എർത്ത് വർം ആസ് ഫാമേഴ്സ് ഫ്രണ്ട്? ബിക്കോസ് അത് പെസ്റ്റിനെ തിന്നും? ഇല്ല. ഇറ്റ് പ്രിവെന്റ്സ് ഗ്രോത്ത് ഓഫ് വീഡ്സ്? അല്ല. മേക്സ് എ സോയിൽ ഫെർട്ടൈൽ ബൈ ബറോയിങ്? അതല്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ആസ് വെൽ ആസ് ലൂസനിങ് ഓഫ് ദ സോയിൽ അല്ലേ? മണ്ണിൽ വീണ് കിടക്കുന്ന ഇലയൊക്കെ തിന്ന് അതിനെ ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്ത് മണ്ണിനെ ഇളക്കുന്ന, ലൂസനാക്കുന്ന ആളുകളാണ് നമ്മുടെ ഇത്. അതുകൊണ്ട് നമ്മൾ മണ്ണിരേനെ കർഷകന്റെ ഫ്രണ്ട് അല്ലെ, ഫാമേഴ്സ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. നൗ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഇസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന ഇത് കഴിച്ചിട്ട് ഹെർബിവോർസ് അവരുടെ ശരീരത്തിൽ എത്ര ഫാറ്റ്, എത്ര ഇത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ, അതിനാണ് നമ്മൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് അല്ലെ മക്കളെ? യെസ്. നൗ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് യൂണിറ്റ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം? ഇക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് അല്ലാത്തത് എന്താണ്? എനർജി ഫ്ലോ, ഡീകമ്പോസിഷൻ, പ്രൊഡക്ടിവിറ്റി, ന്യൂട്രിയൻ സൈക്ലിംഗ്. 4 എണ്ണമാണ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് അല്ലെ? സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല. സ്ട്രാറ്റിഫിക്കേഷൻ എന്താ? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ട്രീസ് ഇൻ എ ഫോറസ്റ്റ്, ലൈക്ക് ട്രീസ് ഓക്യുപ്പൈങ് ഡിഫറെന്റ് ലെവൽസ് ഇൻ എ ഫോറസ്റ്റ് അല്ലെ? അതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്. The majority of baculoviruses are used as biological control agents as they are species specific. They have no negative impact on non-targets. Beneficial insects are being conserved. പറഞ്ഞ മക്കളെ, അവർ സ്പീഷീസ് സ്പെസിഫിക് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്യുലോ വൈറസിനെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ സ്പീഷീസ് സ്പെസിഫിക് ആണ്. എല്ലാവരെയും പോയി കൊല്ലൂല. ദേ ഹാവ് നോ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ നോൺ ടാർഗറ്റ്സ്. നോൺ ടാർഗറ്റ്സിനെ ഉപദ്രവിക്കില്ല. ആൻഡ് ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ആർ ബീങ് കൺസേർവ്ഡ് അല്ലേ? പിന്നെ ആവശ്യമില്ലാത്തവരെ കൊല്ലാത്തത് കൊണ്ട് നല്ലവരെ അവർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി above അല്ലേ വരിക? ഓൾ ഓഫ് ദി above ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോറെ വെർ awarded Nobel Prize in 1945. യെസ്, കറക്റ്റ്. എന്തിനായിരുന്നു? ആന്റിബയോട്ടിക്സ് ഹാവ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് അവർ കപ്പാസിറ്റി ടു ട്രീറ്റ് ഡെഡ്ലി ബാക്ടീരിയൽ ഡിസീസസ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ രണ്ടും ശരിയല്ലേ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണ് അല്ലേ? ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ദാറ്റ് മേക്സ് ആൻ എൻഡ്. 8:07 അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ലൈവ് എൻഡ് ചെയ്യാണ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നിങ്ങളെല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നാളെ നമുക്ക് നീറ്റ് എക്സാം ആണ്, റീ-നീറ്റ് എക്സാം ആണ്. ഓക്കെ,
ഈ സമയം ആകുമ്പോഴേക്കും നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നാളെ നമുക്ക് വൈകിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്, അതും ഉണ്ടാകും. അതിനൊക്കെ മുമ്പ് മിസ് നിങ്ങൾക്കായിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതണം എന്ന് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എഴുതണം കേട്ടോ. എല്ലാവരും പോയിട്ട് ഈ ലൈവ് കാണുന്ന എല്ലാ മക്കളും ആ ഓൾ ദ ബെസ്റ്റ് വീഡിയോ കാണണം. അതിൽ ലാസ്റ്റ് മിസ് പറയുന്ന കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. കാരണം അതുകൊണ്ടൊരു കാര്യമുണ്ട്. അതിൽ എഴുതുന്നവരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഐ ഹാവ് സംതിങ് ടു ഡു വിത്ത് യു ഓൾ. അതുകൊണ്ടാണ്. സോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അടിപൊളിയായിട്ട് നമ്മൾ റിവൈസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ലാസ്റ്റ് മിനിറ്റ് ഇനി ഒന്നും പഠിക്കാനും വായിക്കാനും ഒന്നും പോകണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, നിങ്ങൾ അടിപൊളിയായി പഠിച്ചിട്ട് നാളെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കാണാം. സോ താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് സൈനിങ് ഓഫ്. റീനീറ്റ് നല്ലൊരു ഇതാവട്ടെ. മക്കൾ ഇങ്ങനെ വിചാരിക്കുക, ലൈഫ് നമുക്ക് എപ്പോഴും സെക്കൻഡ് ചാൻസസ് തരില്ല. ലൈഫ് ഇസ് ഗിവൺ യു എ സെക്കൻഡ് ചാൻസ് നൗ. അപ്പോൾ നമ്മളത് നമ്മുടെ ബെസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഫൈനലായിട്ടൊരു ബൈ പറയാണ് അല്ലേ? എല്ലാവരും ഫൈനൽ ബൈ പറയാണ്. ഐ എം ഗോയിങ് ടു മിസ് യു ഓൾ. ഞാൻ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടീച്ചിങ് യു ഓൾ. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഡേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയി. സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതുക. നാളെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് കാണാം കേട്ടോ. ബൈ എവറിബഡി, ടേക്ക് കെയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. താങ്ക് യു സോ മച്ച്. സ്ലൈഡ്സ് ഇട്ടേക്കാം. അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക. ബൈ എവറി വൺ ആൻഡ് താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.